എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാതൃകാ ചോദ്യപേപ്പർ അടിസ്ഥാന ശാസ്ത്രം ക്ലാസ് 5ൻ്റെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ഈ ചിത്രം നോക്കൂ കേട്ടോ. ഈ ചിത്രത്തിന് ആസ്പദമാക്കിയ ക്വസ്റ്റ്യൻസ്. ചിത്രത്തിൽ നിന്നും ഏതെങ്കിലും 2 ആഹാര ശൃംഖലകൾ കണ്ടെത്തി എഴുതുക. ക്വസ്റ്റ്യൻ: നിങ്ങൾ തയ്യാറാക്കിയ ആഹാര ശൃംഖലകളിൽ ഓരോന്നിലെയും ആദ്യത്തെ കണ്ണി ഏത് ജീവിയാണ്? ഈ കണ്ണി ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ നോക്കൂ. മഞ്ഞ അരളിപ്പൂവിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ. കാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകമാണ് സാന്തോഫിൽ. ചുവന്ന റോസാപ്പൂവിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ. മഞ്ഞ ജമന്തി പൂവിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് സാന്തോഫിൽ. നൽകിയ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ കൂട്ടം തിരഞ്ഞെടുത്തെഴുതുക. ചുവന്ന ചീര പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ഒരു സസ്യമാണ് എന്നാണ് ഒരു കുട്ടിയുടെ അഭിപ്രായം. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണെന്ന് വിശദമാക്കുക. നിങ്ങളുടെ അഭിപ്രായം തെളിയിക്കുന്നതിന് ഒരു പരീക്ഷണം രൂപകൽപ്പന ചെയ്യുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ സ്വീകരിക്കുകയും ശ്വസന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ശ്വസന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ചെയ്യുന്നു. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ശ്വസന സമയത്ത് ഓക്സിജൻ സ്വീകരിക്കുകയും ചെയ്യുന്നു. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ശ്വസന സമയത്ത് ഓക്സിജൻ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഏതൊക്കെയാണ് പ്രസ്താവനകൾ ശരിയെന്ന് നോക്കാം. ഇത് ചോയ്സ് ഉള്ള ക്വസ്റ്റ്യനാണ്. ഇതല്ലെങ്കിൽ നമുക്ക് വേറൊരെണ്ണം എഴുതാം. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന സസ്യങ്ങളെല്ലാം മറ്റു സസ്യങ്ങളെ ആശ്രയിച്ച് വളരുന്നവയാണ്. ഇവയിൽ അർദ്ധപരാദം, പൂർണ്ണപരാദം, എപ്പിഫൈറ്റ് എന്നിവ ഏതെല്ലാമെന്ന് കണ്ടെത്തി സസ്യങ്ങളുടെ പേരെഴുതുക. മരവാഴയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശ്രദ്ധിക്കൂ. ഈ ചിത്രം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ അതിലെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. മരവാഴയുടെ തടിച്ച വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ചു നിർത്താൻ സഹായിക്കുന്നു. മരവാഴയുടെ ചെറിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ മരവാഴയെ സഹായിക്കുന്നില്ല. ഏതൊക്കെ പ്രസ്താവനകൾ ശരിയും തെറ്റുമാണെന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കുക. ഇത്തിൽ കണിക്ക് പച്ച നിറം ഉണ്ടെങ്കിലും അതിനെ അർദ്ധപരാദം എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വിവിധ തരത്തിലുള്ള രോഗങ്ങളുടെ പേരുകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഈ രോഗങ്ങളെ അനുയോജ്യമായ രീതിയിൽ പട്ടികപ്പെടുത്തുക. ക്ഷയം, ക്യാൻസർ, ടൈഫോയിഡ്, കുഷ്ഠം, തലവേദന, പ്രമേഹം, പല്ലുവേദന. കൊതുക് പെരുകുന്നത് തടയാനുള്ള വിവിധ മാർഗങ്ങൾ എഴുതുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും പരിശോധിച്ച് ശരിയായത് കണ്ടെത്തി എഴുതുക. പ്രസ്താവന: ശരീരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗമാണ് ടെറ്റനസ്. കാരണം ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരുന്നതാണ് ഈ രോഗത്തിന് കാരണം. മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും ധാരാളം രോഗങ്ങൾ പകരുന്നു. രോഗങ്ങൾ ഇത്തരത്തിൽ പകരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? മനുഷ്യർക്ക് മാത്രമല്ല മറ്റു ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും രോഗങ്ങൾ പടർന്നു പിടിക്കാറുണ്ട്. ജന്തുക്കളെയും സസ്യങ്ങളെയും ബാധിക്കുന്ന 2 പകർച്ചവ്യാധികൾ വീതം എഴുതുക. ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക ശ്രദ്ധിക്കൂ. വിവിധ രോഗങ്ങളും അവ പകരുന്ന വിധവുമാണ് പട്ടിക നൽകിയിരിക്കുന്നത്. ക്ഷയം, കുഷ്ഠം, ഡെങ്കിപ്പനി, വിരശല്യം. പകരുന്ന വിധം കൊടുത്തിട്ടുണ്ട്. കൊതുകുകൾ വഴി, വായുവിലൂടെ, മണ്ണിലൂടെ, രോഗബാധിതരുമായുള്ള സമ്പർക്കം മൂലം. ശരിയായ രീതിയിൽ ഇത് ക്രമപ്പെടുത്തിക്കുന്ന ഏതാണ്? ഒരു പ്രദേശത്തെ 2 കുട്ടികൾക്ക് ഒരു പകർച്ചവ്യാധി ബാധിക്കുകയുണ്ടായി. 2 പേർക്കും പകർച്ചവ്യാധിക്കെതിരെ മരുന്നുകൾ കഴിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരാൾക്ക് മാത്രമേ രോഗം മൂർച്ഛിച്ചുള്ളൂ. എന്തുകൊണ്ടാവും ഒരാൾക്ക് മാത്രം രോഗം വന്നത്? രോഗിയുമായുള്ള സമ്പർക്കം മൂലം പകരുന്ന ഒരു രോഗമാണ് ചെങ്കണ്ണ്. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം? രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. താഴെ പറയുന്നവയിൽ നല്ല ആരോഗ്യശീലങ്ങളിൽ ഉൾപ്പെടാത്തവ ഏത്? ഭക്ഷണത്തിന് ശേഷം മാത്രം കൈ കഴുകാറുള്ളൂ. എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. പൊതുസ്ഥലങ്ങളിൽ തുപ്പാറില്ല. തുറന്നു വച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിക്കാറുണ്ട്. ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത്. ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ ഒരു ബോർഡാണിത്. എല്ലാ ദിവസവും ചെടികൾക്ക് വെള്ളമൊഴിക്കാൻ ശ്രദ്ധിക്കണം.